രാഷ്ട്രീയ നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി തിരുവനന്തപുരത്ത് ഒരു റിബൽ ഏതോ ദേശാഭിമാനിയുടെ പഴയ പ്രവർത്തകൻ റിബൽ എന്ന് പറഞ്ഞ് 2-3 ചൂണ്ടിക്കാണിച്ചു. ഈ കേരളത്തിലാകമാനം 456 റിബൽ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനുള്ളത്. താങ്കൾക്കറിയോ? 456 റിബൽ. അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് കോൺഗ്രസിന്റെ ഓഫീസ് അടച്ചുപൂട്ടി പൂട്ടും താക്കോലുമായിട്ട് ആരോ പോയി. എന്താണ് കാരണം എന്ന് താങ്കൾക്കറിയോ? സീറ്റ് വിഭജനത്തിന്റെ അടിയ. കോഴിക്കോട് അടി നടന്ന എത്ര പേര് ഐസിയുലായി എന്നറിയോ കോൺഗ്രസിന്റെ നേതാക്കന്മാര്? അങ്ങ് തിരുവനന്തപുരത്ത് കോർപ്പറേഷന് പുറത്തും അടിയുടെ ഭാഗമായി ശരീരത്തിൽ ചതവില്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ എന്ന് എടുത്ത് പരിശോധിക്കേ. നോമിനേഷൻ തള്ളിപ്പോയത് എത്രയോ സ്ഥലത്താണ്. ഇപ്പൊ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നോമിനേഷൻ വരെ സ്വന്തം ഡിവിഷനിൽ നിന്നാണ് പിന്താങ്ങുന്നത് എന്ന് പോലും അറിയാതെ നിലവിലെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ നോമിനേഷൻ തള്ളിപ്പോയി. ഇത്രയധികം കോൺഗ്രസ് അതമ്പതിച്ച ഒരു സാഹചര്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ 1-2 റിബല് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനം കൃത്യമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വിധ്വംസക ശക്തിയെയും ശക്തമായിട്ട് ഞങ്ങൾ നേരിടും.